ഹായ് ഫ്രണ്ട്സ്, കെമിസ്ട്രി വിത്ത് കഥൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ന്യൂക്ലിയർ കെമിസ്ട്രീനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. കോൺസെപ്റ്റ് ബേസ്ഡ് ക്വിക്ക് റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ 118 എലമെൻറ്റുകളിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻറ്റുകളും റേഡിയോ ആക്റ്റീവ് അല്ലാത്ത എലമെൻറ്റുകളും ഉണ്ട്. ഇത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻസുകളുടെ ന്യൂക്ലിയസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, അവയുടെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇവയുടെ റിയാക്ഷൻസ് എങ്ങനെ ഒരു ന്യൂക്ലിയർ എനർജിയുടെ സോഴ്സായിട്ട് മാറുന്നു, അതായത് സബറ്റോമിക് പാർട്ടിക്കിൾസിന് ന്യൂക്ലിയസിനകത്ത് വെച്ച് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡി, അതാണ് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു ന്യൂക്ലിയസിനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇവ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയോൺസ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിലായിട്ടുള്ള പാർട്ടിക്കിളാണ്. അത് എപ്പോഴും ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഇനി ചാർജില്ലാത്ത പാർട്ടിക്കിൾസ് ആണ് ന്യൂട്രോൺസ്. ഇവയെന്ന് പറയുന്നത് അറ്റോമിക് മാസിന് ഈക്വൽ ആയിരിക്കും. ന്യൂക്ലിയസിനകത്തുള്ള ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയും സ്റ്റെബിലിറ്റിയും ഈ ന്യൂക്ലിയോൺസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പീരിയോഡിക് ടേബിളിലെ ചില ന്യൂക്ലിയസ് എക്സെപ്ഷണലി സ്റ്റെബിലിറ്റി ഉള്ളവരാണ്. ഇത്തരത്തിൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ള ന്യൂക്ലിയോൺസ് ഉള്ളവയാണ് 2, 8, 20, 28, 50, 82, 126. ഇവ പൊതുവെ അറിയപ്പെടുന്നത് മാജിക് നമ്പേഴ്സ് എന്നാണ്. ഇത്തരത്തിൽ മാജിക് നമ്പേഴ്സ് കാണിക്കുന്ന കുറച്ച് എലമെൻറ്റുകളാണ് ഹീലിയം, ഓക്സിജൻ, കാൽഷ്യം, ലെഡ് തുടങ്ങിയവ. ഇതിൽ ലെഡിന് 82, 126 തുടങ്ങിയ 2 മാജിക് നമ്പേഴ്സ് പൊസസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ ഡബിളി മാജിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നു. അൺസ്റ്റേബിൾ ആയിട്ടുള്ള അറ്റോമിക് ന്യൂക്ലിയസ് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ എനർജി എന്ത് ചെയ്യണം? ലൂസ് ചെയ്യണം. അപ്പോൾ എനർജി ലൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണം. മെയിനായിട്ട് 3 തരത്തിലുള്ള റേഡിയേഷൻസ് ആണുള്ളത്: ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ, ഗാമ റൈസ്. ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ന്യൂക്ലിയായിട്ട് കമ്പാരിസൺ ചെയ്യാൻ കഴിയും, കാരണം അവയുടെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഏതാണ്ട് സെയിം ആണ്. ലോ പെനിട്രേഷൻ പവറാണ്, ഹൈ അയണൈസേഷൻ പവറാണ്. ബീറ്റ പാർട്ടിക്കിൾസ് ഹൈ എനർജി ഇലക്ട്രോൺസിന് ഈക്വലാണ്, മോഡറേറ്റ് പെനിട്രേഷനാണ് ഇവയ്ക്കുള്ളത്. ഗാമ റേസിനെ സംബന്ധിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്, പ്രത്യേക ചാർജും പവറും കാര്യങ്ങളില്ല. ഹൈ പെനിട്രേഷനാണ്, ലോ അയണൈസേഷൻ പവറാണ് ഇവയ്ക്കുള്ളത്. ഇനി എന്താ ആൽഫ ഡിക്കെ നോക്കാം. ഒരു ആൽഫ ഡിക്കെ സംഭവിക്കുമ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസ് എമിഷൻ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും എമിഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാരൻറ്റ് ന്യൂക്ലിയയിൽ നിന്നും അറ്റോമിക് നമ്പർ 2ഉം മാസ് നമ്പർ 4ഉം കുറയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യുറാനിയം 238 ആൽഫ ഡിക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ആൽഫ പാർട്ടിക്കിൾ അത് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന യുറാനിയം ആയിരിക്കില്ല, പകരം തോറിയം 234 ആയിരിക്കും. അതുപോലെ ഇനി ഒരു ബീറ്റ ഡിക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നും ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യപ്പെടും. ബീറ്റ പാർട്ടിക്കിൾ എന്താണെന്നറിയാം? ഇലക്ട്രോൺ ആണ്. അപ്പോൾ ന്യൂട്രോണാണ് ട്രാൻസ്ഫോം ചെയ്ത് പ്രോട്ടോണും ഇലക്ട്രോണും ആവുന്നത്. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ബീറ്റ ഡിക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എക്സ്ട്രാ പ്രസൻസ് കാരണം അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്യും. മാസ് നമ്പറിന് വ്യത്യാസമൊന്നും വരത്തുമില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. തോറിയം 234 നമ്മൾ ബീറ്റ ഡിക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രോ ആക്ടീനിയം 234 ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് മാസ് നമ്പർ ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ അറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ചെയ്തിട്ട് പ്രോ ആക്ടീനിയം ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു ന്യൂക്ലിയസിന് ഗാമ ഡിക്കെയാണ് സംഭവിക്കുന്നതെങ്കിലോ അതിൻ്റെ അറ്റോമിക് നമ്പറിനും മാസ് നമ്പറിനും ഒരു ചേഞ്ച് തന്നെ ഉണ്ടാവില്ല. ഒരു കെമിക്കൽ റിയാക്ഷനും ഒരു ന്യൂക്ലിയർ റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. കെമിക്കൽ റിയാക്ഷനകത്ത് ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ആവുന്നത്. ന്യൂക്ലിയസ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റി അവിടെ റീറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം കേസുകളിൽ, അതായത് കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് എപ്പോഴും ലോവർ എനർജി മാത്രമേ അവിടെ റിലീസ് ചെയ്യപ്പെടുന്നുള്ളൂ. അതേസമയം ന്യൂക്ലിയർ റിയാക്ഷൻസിലാണെങ്കിൽ ന്യൂക്ലിയസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് അല്ല. അതുകൊണ്ട് തന്നെ ന്യൂ എലമെൻറ്റ്സ് ആയിരിക്കും ഫോം ചെയ്യപ്പെടുന്നത്. അതായത് എന്താണ്? അവയുടെ ഐഡൻറ്റിറ്റി മാറുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന എനർജി റിലീസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇനി രണ്ടിലും കോമൺ ഫാക്ടർ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനർജി റിലീസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ന്യൂക്ലിയർ റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അത് ഓൾറെഡി നമ്മൾ ആൽഫ ഡിക്കലും ബീറ്റ ഡിക്കലും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ആൽഫ ഡിക്കൽ എന്താണ്? യുറാനിയം 92 238 ഒരു ആൽഫ ഡിക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹീലിയം പാർട്ടിക്കിൾ മാറിപ്പോയിട്ടുണ്ട്. അന്നേരം 92 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ കുറഞ്ഞ് 90 ആയി. 90 ആകുമ്പോൾ തന്നെ ഓൾറെഡി എന്തായി? തോറിയമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതേസമയം ബീറ്റ ഡിക്കെ ആണെങ്കിലോ, തോറിയത്തിലാണ് നമ്മൾ ബീറ്റ ഡിക്കെ സംഭവിക്കുന്നതെങ്കിൽ 90 എന്നുള്ളത് 91 ആയി മാറും. അവിടെ ഒരു ഇൻക്രിമെൻ്റ് ആണ് സംഭവിക്കുന്നത്, പ്രോ ആക്ടീനിയമായിട്ട് അത് മാറുന്നുണ്ട്. ഇനി മെയിനായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. ഹെവി ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യും? ലൈറ്റർ ന്യൂക്ലിയസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് എനർജി റിലീസ് ചെയ്യും. മെയിനായിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഫ്യൂഷൻ എന്താണ്? ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈറ്റർ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്തൊരു ഹെവി ന്യൂക്ലിയസ് ആയി മാറും. സണ്ണിലൊക്കെ ഫ്യൂഷൻ പ്രോസസ്സാണ് മെയിനായിട്ട് നടക്കുന്നത്.
ഇനി നോക്കിയാൽ ന്യൂക്ലിയർ ഫിഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. യുറേനിയം 92-235 ഒരു ന്യൂട്രോൺ കൊണ്ട് ബോംബാർഡ് ചെയ്യിക്കുകയാണെന്ന് കരുതുക. അതായത് ഒരു ബിഗ് ന്യൂക്ലിയസിലേക്ക് നമ്മളൊരു ചെറിയ ന്യൂട്രോണിനെ കൊണ്ട് ബോംബാർഡ് ചെയ്യിക്കുന്നു, കൂട്ടിമുട്ടിക്കുന്നു. അന്നേരം വെവ്വേറെ ആയിട്ടുള്ള എന്തുണ്ടാവും, എലമെൻസുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ന്യൂട്രോൺസും റീപ്രൊഡ്യൂസ് ചെയ്യും, വാസ്റ്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാകും. ഇതേപോലെ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷനാണ് നോക്കുന്നതെങ്കിലോ രണ്ട് വെവ്വേറെ ആയിട്ടുള്ള ഹൈഡ്രജൻസ് എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹീലിയം ഉണ്ടാകും. ആരും ഉണ്ടാകും, അതോടൊപ്പം ഒരു ന്യൂട്രോണും ഉണ്ടാകും, അതോടൊപ്പം എനർജി ഉണ്ടാകും. ഈ രണ്ടും എന്ത് തന്നെയാണ്, എനർജി റിലീസ്, വാസ്റ്റ് ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് നോക്കാം. ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റം അതിൻ്റെ ഹാഫ് ഓഫ് ദ ഇനിഷ്യൽ എമൗണ്ട് ആവാൻ എത്ര ടൈം എടുക്കുന്നു, അതായത് ഇപ്പോൾ 100% ഉള്ള ഒരു റേഡിയോ ആക്റ്റീവ് ആറ്റം 50% ആവാൻ എടുക്കുന്ന ടൈം, അതാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓരോ റേഡിയോ ഐസോട്ടോപ്പിനും ഓരോ യുണിക് ആയിട്ടുള്ള ഹാഫ് ലൈഫ് പീരീഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഈ ഡിക്ക് എല്ലാം ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. കാർബൺ 14 ഡേറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ് മെയിൻലി നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുന്നത്. C14 അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5730 വർഷമാണ്. ജീവനുള്ള ഒരു വസ്തു കാർബൺ 14 എന്ത് ചെയ്യും, അതിൻ്റെ മരണശേഷം അബ്സോർബ് ചെയ്യുന്നത് നിർത്തും. അന്നേരം കാർബൺ 14 എന്ന് പറയുന്നത് നൈട്രജൻ 14 ആയിട്ട് ഡീക്കേ ചെയ്യും. ഇങ്ങനെ ബാക്കി വരുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് റേഷ്യോ കൺസിഡർ ചെയ്തിട്ടാണ് ജിയോളജിക്കലി ഏജ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്താണ് ഹാഫ് ലൈഫ് എന്ന് കണ്ടു, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. N0 എന്ന് പറയുന്നത് ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റവും NT എന്ന് പറയുന്നത് ആഫ്റ്റർ ടി ടൈം എത്ര റിമെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ക്യാപിറ്റൽ ടി കൊണ്ട് സൂചിപ്പിക്കുന്നത് ടി ഹാഫ് ആണ്. ഇനി ടി ഹാഫ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉള്ളത് 0.693/λ. ലാംഡ എന്ന് പറയുന്നത് DK കോൺസ്റ്റൻ്റ് ആണ്. ബൈൻഡിങ് എനർജി കാണാനുള്ള ഇക്വേഷൻ E=mc² ആണ്. M എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മാസ് അല്ലെങ്കിൽ മാസ് ഡിഫക്റ്റ് ആണ്. ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് നോക്കാം. ന്യൂക്ലിയർ പവർ ജനറേഷൻ വിത്ത് ലോ കാർബൺ എമിഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ചെറിയ ഹാഫ് ലൈഫുള്ള ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് PET സ്കാൻ തുടങ്ങിയ ഡയഗ്നോസിസും ക്യാൻസർ തെറാപ്പീസും ചെയ്യാനായിട്ട് കഴിയും. യൂണിവേഴ്സിൻ്റെ ഒറിജിൻ എല്ലാം ഏജിങ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് സേഫ്റ്റി, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.